بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى جميع الأنبياء والرسل والملائكة والصحابة والقرابة ومن تبعهم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. ആദരണീയരായ സഹോദരങ്ങളെ, ബലിപെരുന്നാൾ ബലി എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ബലിപെരുന്നാൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷങ്ങളും കോടികളുമായ ആളുകൾ നരകത്തിൽ പോകേണ്ടവരായ, നരകത്തിൽ കടക്കൽ അവകാശപ്പെട്ടവരായ മുഅ്മിനീങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു വലിയ ആഘോഷമാണ് ബലിപെരുന്നാൾ. മുസ്ലിം സമൂഹത്തിന് രണ്ട് പെരുന്നാൾ ദിനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ബലിപെരുന്നാൾ എന്ന് പറയുന്നത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹജ്ജിൻ്റെ സമാപ്തിയോടുകൂടെ വരുന്ന അറഫയുടെ പിറ്റേ ദിവസത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ അവസരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വീകാര്യമായ മബ്റൂറായ ഹജ്ജും ഉംറയും എല്ലാം നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവൻ നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നവരിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, സന്താനങ്ങൾ, ഭാര്യമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബങ്ങൾ, സഹായിച്ചവർ, സ്നേഹിച്ചവർ ഉൾപ്പെടെയുള്ള മുഅ്മിനീങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ പെരുന്നാളിൻ്റെ ഒരു വലിയൊരു ഭാഗമാണ് ഉളുഹിയ്യത്ത്. അൽഹംദുലില്ലാഹ്, ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ചു ഉളുഹിയ്യത്തുകളൊക്കെ ധാരാളം നടക്കുന്നു. അതിനുള്ള സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇനിയും അല്ലാഹു അവൻ്റെ നിഅമത്തുകൾ നമുക്ക് ദായിമാക്കി തരുമാറാകട്ടെ. നിഅമത്തുകൾ അവൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീൽ ആയ ഇബ്രാഹിം അലാ നബിയ്യിന വഅലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളോട് സ്വന്തം മകനെ ബലിയർപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച സമയത്ത് അതിന് തയ്യാറെടുക്കുകയും ബലി അർപ്പിക്കാൻ തയ്യാറായി അന്ന് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മകൻ ഇസ്മായിൽ അലാ നബിയ്യിന വഅലൈഹി സ്വലാത്തു വസ്സലാമിനെ അറുക്കുന്നതിന് പകരം ഒരാടിനെ നൽകിക്കൊണ്ട് ആടിനെ അറുക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ
ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇബ്രാഹിമിയ മില്ലത്തിൻ്റെ ആളുകളാണല്ലോ നമ്മൾ. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരവും ഒക്കെ നമ്മൾ പറയുന്ന ദിക്റാണ് അസ്ബഹന അലാ ഫിത്രത്തുൽ ഇസ്ലാം വമില്ലത്തി അബീന ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഇബ്രാഹിമിയ മില്ലത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ നമ്മൾ അഥവാ മുഅ്മിനീങ്ങളായ ഈ ഉമ്മത്ത് മാത്രമാണ്. നമുക്ക് ഉളുഹിയ്യത്ത് ആ സ്മരണ പുതുക്കാനും കൂടി ഉളുഹിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശർഅാക്കി തന്നിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിൽ അത് നിർബന്ധമില്ലെങ്കിലും മറ്റ് പല മദ്ഹബിലും അത് നിർബന്ധമാണെന്ന് അഭിപ്രായവും ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യന്മാർ യൗമുൻ നഹറിൻ്റെ അന്ന് അഥവാ വലിയ പെരുന്നാൾ ദിവസം, ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും വലിയ പ്രതിഫലം അർഹിക്കുന്ന ഒരമൽ അത് ഈ ഉളുഹിയ്യത്ത് അറുക്കുന്നതിനേക്കാൾ മറ്റൊന്നും വേറെ ഇല്ല എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഉളുഹിയ്യത്തിൻ്റെ മൃഗം ഖിയാമത്ത് അതിൻ്റെ കൊമ്പുകളോടുകൂടെയും അതിൻ്റെ കാല് കുളമ്പുകളോടുകൂടെയും എല്ലാം നാളെ മഹ്ശറിൽ അത് വരും. ആ രക്തം ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ സ്വീകാര്യത നേടുകയും അതിന് വലിയ പ്രതിഫലം അള്ളാഹു നിശ്ചയിച്ചു വെക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഫതീബു ബിഹാ നഫ്സ, നിങ്ങൾ ആ ഉളുഹിയ്യത്ത് കൊണ്ട് നിങ്ങളുടെ മനസ്സാൽ വാങ്ങേയറ്റം സന്തോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഹദീസ്. ഉളുഹിയ്യത്ത് നല്ല മൃഗത്തെ വാങ്ങിയിട്ടിറക്കണം, നല്ല ഭംഗിയുള്ളതും നല്ല ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതും യാതൊരുവിധ തകരാറുകളും അഴിവുകളും ഒന്നുമില്ലാത്ത മുന്തിയ തരം മൃഗത്തെ വാങ്ങിയിട്ടാണ് അറുക്കേണ്ടത്. നിങ്ങൾക്കതിൽ വലിയ സന്തോഷം വേണം. എൻ്റെ ഉളുഹിയ്യത്തിന് ഞാൻ ഏറെ വില കൊടുത്തു എന്നതിൽ പരിതാപം ഒന്നുമില്ല, മറിച്ച് ഏറെ വില കൊടുത്തല്ലോ, അത് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയാണ് ഞാൻ ആ ചെയ്തിരിക്കുന്നത് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നത്. ഉളുഹിയ്യത്തിൻ്റെ നിയമം ഷാഫിഈ മദ്ഹബ് അനുസരിച്ച് പറഞ്ഞാൽ അത് ഒരാൾ മാത്രമേ ഒരു വീട്ടിലുള്ളൂ, ഒരു കുടുംബത്തിൽ അറക്കാൻ പറ്റിയ ആണ് ഒരാളേ ഉള്ളൂ, വേറെ ആളില്ല. എന്നാൽ അയാൾക്കത് വ്യക്തിപരമായ സുന്നത്ത് ആയി. നേരെ മറിച്ച് ഒരു വീട്ടിൽ കുറേ ആളുകൾ ഉണ്ടെങ്കിലോ എല്ലാവരും അറക്കാൻ കഴിവുള്ളവരാണ്, എന്നാൽ ആ വീട്ടിൽപ്പെട്ട ഒരാളെങ്കിലും അത് അറുക്കണം. അങ്ങനെ അറുത്താൽ അയാൾക്കതുകൊണ്ട് കൂലി കിട്ടും. ആ അറുത്തതിൻ്റെ കൂലി അയാൾക്ക് തന്നെയാണ്. ആ വീട്ടുകാർക്ക് അത് സുന്നത്തുണ്ട്, മൊത്തത്തിൽ സുന്നത്തുണ്ടെന്ന് പറയുന്ന സുന്നത്ത് കിഫായ. ആ സുന്നത്ത് കിഫായൻ്റെ കൽപ്പന വീട്ടുകാരിൽ നിന്ന് ഒഴിവാവുകയും കൂലി ആർക്കേ കിട്ടുള്ളൂ, അറക്കുന്ന ആൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു കുടുംബത്തിൽ ഒരാൾ അറുത്തു, ആ കുടുംബത്തിൽ അറക്കാൻ കഴിവുള്ള വേറെയും ആളുകളുണ്ടെങ്കിൽ ആ അറക്കുന്ന ആൾക്കാണ് അതിൻ്റെ കൂലി. എന്നാലോ മറ്റുള്ളവരോട് അറക്കാൻ വേണ്ടി കൽപ്പിച്ച ആ കൽപ്പന ഈ കുടുംബത്തിൽപ്പെട്ട ഇദ്ദേഹം ചെയ്യലോടുകൂടെ ഒഴിവായി കിട്ടും. കറാഹത്തൊന്നും അറുത്തില്ല എന്ന കറാഹത്ത് അവർക്കുണ്ടാകില്ല. ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കൽ ഫർദ് കിഫായ. എന്നാൽ ഏതെങ്കിലും ചില ആളുകൾ നിസ്കരിച്ചാൽ ആ ഫർദ് കിഫായ എന്ന് പറയുന്ന കൽപ്പന ആ നാട്ടുകാരെ തൊട്ട് ഒഴിവാവുകയും നിസ്കരിച്ചതിൻ്റെ കൂലി നിസ്കരിച്ച ആൾക്ക് മാത്രം ലഭിക്കുകയും ചെയ്യും. അതുപോലെ ഉളുഹിയ്യത്തിൻ്റെ അസ്ലു സ്വഭാവം അത് സുന്നത്താണ്. ചിലപ്പോൾ അത് നിർബന്ധമായി വരുന്ന രൂപങ്ങൾ വരും.
നിർബന്ധമായി വരിക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നേർച്ചയാക്കി ഒരു ഉളുഹിയത്തിറക്കണമെന്ന് നേർച്ചയാക്കി, ഇന്ന മൃഗം എന്ന് നിജമാക്കിയിട്ടൊന്നുമില്ല, ഒരു ഉളുഹിയത്തിറക്കണം എന്ന് നേർച്ചയാക്കിയാൽ അവിടെ ഉളുഹിയത്തിറക്കൽ നിർബന്ധമായി വരും. ആ നേർച്ച വീടാൻ എന്തേ വേണ്ടു? ഒരു ആടിനെ അറുത്താൽ ആ നേർച്ച വീടും. ഒരു ഉളുഹിയത്തിറക്കാൻ നേർച്ചയാക്കിയാൽ ഒരാടർത്താൽ അതുകൊണ്ട് അത് വീടും. ചിലപ്പോൾ നമ്മൾ നേർച്ചയാക്കുന്നത് ഒരാടിനെ ചൂണ്ടിയിട്ട് ഈ ആടിനെ ഞാൻ ഉളുഹിയത്തിറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ആ ആട് തന്നെ ഉളുഹിയത്തിറക്കാൻ നേർച്ചയായി കഴിഞ്ഞു. അങ്ങനെ നേർച്ചയാക്കുന്ന സമയത്ത് ആ ആട് കുറ്റമറ്റ ആടാണ്, അതിന് യാതൊരു അയബൊന്നുമില്ല, വയസ്സെല്ലാം പൂർത്തിയായതാണ്, ഉളുഹിയത്തിന് മതിയാകുന്ന എല്ലാ നിബന്ധനകളും ഒത്തതാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് നിർബന്ധമായ ഉളുഹിയത്തിൻ്റെ കൂലി കിട്ടും. ആ ആടിനെ അറുത്ത് കഴിഞ്ഞാൽ നിർബന്ധമായ ഉളുഹിയത്ത് അതുകൊണ്ട് വീടുകയും ചെയ്യും. നിർബന്ധമായ ഉളുഹിയത്തിൻ്റെ കൂലി കിട്ടും. സുന്നത്തായ ഉളുഹിയത്തിന് കിട്ടുന്ന കൂലിയേക്കാൾ 70 ഇരട്ടിയെങ്കിലും കൂലി ഏറെ ഉണ്ടാകും. എന്തിനും നിർബന്ധമായ ഉളുഹിയത്തിൻ്റെ കൂലി ഏറെ കിട്ടും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? നിർബന്ധമായ ഉളുഹിയത്തായി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും സാധുക്കളായ ഫക്കീർ മിസ്കീന്മാരായ ആളുകൾക്ക് മാത്രം വിതരണം ചെയ്യൽ നിർബന്ധമാണ്. അതായത് അറക്കുന്ന ആൾക്കോ അയാൾ ചെലവ് കൊടുക്കേണ്ട ആൾക്കാർക്കോ അതിൽ നിന്ന് ഒരു സാധനവും എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ കഴിവുള്ള ആളുകൾക്ക്, സമ്പന്നന്മാരായ സാമ്പത്തിക ശേഷിയുള്ള സക്കാത്തൊന്നും വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്ക് അതിൽ നിന്ന് ഒന്നും കൊടുക്കാനും പറ്റില്ല. ഇനി അതുപോലെ മറ്റൊരു വിഷയം കൂടി ശ്രദ്ധിക്കേണ്ടത്, വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. സാധാരണയിൽ ആളുകൾ ചിലപ്പോൾ ഉളുഹിയത്തിന് വേണ്ടി നേരത്തെ തയ്യാറെടുക്കാറുണ്ട്. നേരത്തെ തയ്യാറെടുക്കുമ്പോൾ നേരത്തെ തന്നെ വർഷാരംഭം മുതൽ തന്നെ ഉളുഹിയത്തിറക്കാനുള്ള പോത്തുകളോ അല്ലെങ്കിൽ കാളകളോ അല്ലെങ്കിൽ ആടോ എല്ലാം വാങ്ങി അവർ ഒരുങ്ങാറുണ്ട്. നല്ല കാര്യമാണ്, നേരത്തെ അതിന് ഒരുങ്ങുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയ അപകടം സംഭവിച്ചു പോകുന്നു. അങ്ങനെ കാണുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു പോത്തിനെ ഒരാൾ വാങ്ങിക്കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ആടിനെ വാങ്ങിക്കൊണ്ടുവന്നു, അല്ലെങ്കിൽ കാളയെ വാങ്ങിക്കൊണ്ടുവന്നു, ഇതെന്താണ്, അല്ലെങ്കിൽ ഇതെന്തിനാണ്? ഇതേ ഒരു വിഷയം മുടികളച്ചിന് വേണ്ടി നമ്മൾ വാങ്ങുന്ന അക്കീക്കത്ത് മൃഗത്തിൻ്റെ അവിടെയും ഇതേ വിഷയം വരും. കാണുന്ന ആൾക്കാർ ചോദിക്കും, ഇതെന്തിനാണ് ഈ പോത്ത്, എന്തിനാണ് ഈ കാള, ഈ മൃഗം എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അത് ഉളുഹിയത്താണ്, അല്ലെങ്കിൽ ഉളുഹിയത്തിറക്കാനാണ്, അല്ലെങ്കിൽ അക്കീക്കത്താണ് എന്നൊക്കെ മറുപടി പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ അത് നേർച്ചയാക്കിയത് പോലെയാണ് എന്നാണ് ഫിഖ്ഹിന്റെ പ്രബലമായ അഭിപ്രായം. നേർച്ചയാക്കിയത് പോലെയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നേർച്ചയാക്കിയാൽ അത് മുഴുവനും സാധുക്കളായ ആളുകൾക്ക് കൊടുക്കണം, അറക്കുന്നവർക്ക് അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല എന്ന വലിയ വിഷയം അതുകൊണ്ട് വരും. അപ്പം അത് മുഴുവനും ധർമ്മം ചെയ്യേണ്ടി വരും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത്, ഇതെൻ്റെ സുന്നത്തായ ഉളുഹിയത്താണ്, സുന്നത്തായ അഖീഖത്തിനുള്ളതാണ്, ഇതെൻ്റെ സുന്നത്തായ ഉളുഹിയത്തിൻ്റെ മൃഗമാണ്, അല്ലെങ്കിൽ സുന്നത്തായ അഖീഖത്തിൻ്റെ മൃഗമാണ് എന്ന് സുന്നത്തായ എന്ന് കൂട്ടി തന്നെ പറയാം. അങ്ങനെ പറഞ്ഞാൽ, പറയുമ്പോഴൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത് നിർബന്ധമാകില്ല. അപ്പോൾ ഉളുഹിയത്തിൻ്റെ മൃഗങ്ങൾ വാങ്ങുന്നവർ ഇങ്ങനെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച്, അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ഏതെങ്കിലും സമയത്ത് ഇത് ഉളുഹിയത്താണ് അല്ലെങ്കിൽ അഖീഖത്താണെന്ന് മാത്രം പറഞ്ഞു പോയാൽ ആ വാക്കുകൊണ്ട് നിർബന്ധമായി തീരും.
അത് മുഴുവനും ധർമ്മം ചെയ്യേണ്ടി വരും എന്ന വിഷയം മനസ്സിലാക്കണം. അതുപോലെ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു വിഷയമുണ്ട്. വീട്ടിൽ ചിലപ്പം ഒരു കാളക്കുട്ടി പിറന്നു, അല്ലെങ്കിൽ ഒരു ആടുംകുട്ടി പിറന്നു, അല്ലെങ്കിൽ ഒരു പോത്തും കുട്ടി പിറന്നു. അപ്പോൾ ഇതിനെ ഒളിയത്തിറക്കണമെന്ന് നേർച്ചയാക്കി. ആ നേർച്ചയാക്കുന്ന സമയത്ത് അതിന് പ്രായം തികഞ്ഞിട്ടില്ല. എത്ര പ്രായം? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറ് പോത്തും കാളയും ആടും, ഇതിലെല്ലാം 2 വയസ്സ് പൂർത്തിയാകും. നമ്മുടെ നാട്ടിലുള്ള ആടും പോത്തും കാളയും എല്ലാം 2 വയസ്സ് പൂർത്തിയാകും. 3-ാമത്തെ വയസ്സിലേക്ക് കടക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. 3-ാമത്തെ വയസ്സിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ ആ മൃഗത്തെ ഉദ്ഹിയ്യത്തിനും പറ്റില്ല, അഖീഖത്തിനും പറ്റില്ല, രണ്ടിനും പറ്റില്ല. അതുകൊണ്ട് 3-ാമത്തെ വയസ്സിലേക്ക് കടക്കുക എന്നത് ഒരിക്കലും പാഴാക്കാൻ പറ്റാത്ത ഷർത്താണ്. ആ ഷർത്തില്ലെങ്കിൽ അത് വീടില്ല. അപ്പം അങ്ങനെ ഈ മൃഗത്തിന് 2 വയസ്സാകുന്നതിന് മുമ്പ് ഇതിനെ ഉദ്ഹിയ്യത്തിറക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ അഖീഖത്തിറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ വലിയ അപകടം വരും. എന്താണ് പ്രശ്നം? ഒന്ന്, ആ മൃഗത്തെ അറക്കൽ നിർബന്ധമായി വന്നു. ആ അറക്കുന്ന ഇത് പറയുന്ന സമയത്ത് പ്രായം പൂർത്തിയായിട്ടില്ല. അറക്കുമ്പോൾ പ്രായം പൂർത്തിയായാലും പൂർത്തിയായില്ലെങ്കിലും ആ സാധനം അവൻ്റെ നേർച്ചയിൽപ്പെട്ടതായതുകൊണ്ട് നേർച്ചയാക്കുമ്പോൾ അതിൽ പ്രായം പൂർത്തിയാകാത്തത് കൊണ്ട് അത് ആദ്യം വരുന്ന പെരുന്നാളിന് അറുത്ത് കൊടുക്കണം. ഉദ്ഹിയ്യത്താക്കി നേർച്ചയാക്കിയാൽ ഈ നേർച്ചയാക്കിയതിന് ശേഷം ആദ്യം വരുന്ന ബലിപെരുന്നാൾ, ആ ബലിപെരുന്നാളിന് അത് അറുത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അതിന് പ്രായം തികഞ്ഞാലും തികഞ്ഞില്ലെങ്കിലും അറുത്ത് കൊടുക്കൽ നിർബന്ധമാണ്. പിന്തിക്കാൻ പാടില്ല. പിന്തിക്കൽ ഹറാമാണ്. അങ്ങനെ പിന്തിച്ചു പോയാൽ ആ സാധനം നഷ്ടപ്പെട്ടു പോയാലോ അതിന് പകരം അവൻ കൊടുക്കലും നിർബന്ധമായി വരും. അപ്പോൾ പ്രായം പൂർത്തിയാകാത്ത ഈ സാധനത്തെ നേർച്ചയാക്കിയത് കൊണ്ട് അവൻ്റെ മേലെ ഈ സാധനം നേർച്ചയാണ്, ഒരു ഉദ്ഹിയ്യത്തും നേർച്ചയാണ്. അപ്പോൾ 2 നേർച്ചകൾക്കും. ഒന്ന്, ഇപ്പോൾ അവൻ പ്രായപൂർത്തിയാകാത്ത ഈ മൃഗത്തെ അറുത്ത് കൊടുക്കുന്ന നിർബന്ധമായി. 2, അവൻ നേർച്ചയാക്കിയത് ഉദ്ഹിയ്യത്താണ്. ഉദ്ഹിയ്യത്താകണമെങ്കിൽ പ്രായപൂർത്തിയായ മൃഗമായിരിക്കണം. അപ്പോൾ വേറെ എന്ത് ചെയ്യണം? ഒരു പ്രായപൂർത്തിയായ മൃഗത്തെ വാങ്ങിയിട്ട് അറക്കുകയും വേണം. 2 കാര്യങ്ങൾ അവൻ്റെ പേര് നിർബന്ധമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല അതിൽ നിന്ന് അവനൊന്നും തിന്നാനും പാടില്ല. വയസ്സ് കുറഞ്ഞ ആളുകളുടെ പ്രശ്നം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മറ്റെന്തെങ്കിലും അഴിവുകൾ, ഉദ്ഹിയ്യത്തിന് പറ്റാത്ത, അഖീഖത്തിന് പറ്റാത്ത ഏതെങ്കിലും അഴിവുള്ള മൃഗത്തെ നേർച്ചയാക്കിയാലും ഇതേ നിയമമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെ അറുത്ത് കൊടുക്കൽ നിർബന്ധമാകും. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അവൻ ഒരു അഴിവൊന്നുമില്ലാത്ത വേറെ മൃഗത്തെയും അവൻ അറുത്ത് കൊടുക്കൽ നിർബന്ധമായി തീരും. 2ഉം നിർബന്ധമാണ്. ഉദ്ഹിയ്യത്ത് അറക്കുന്ന സമയത്ത് നിർബന്ധമുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉദ്ഹിയ്യത്ത് നേർച്ചയാക്കിയ ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയ്യത്തിറക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞിട്ട് നേർച്ചയാക്കിയ മൃഗമാണെങ്കിൽ പിന്നെ അറക്കുന്ന സമയത്ത് നിയ്യത്ത് നിർബന്ധമില്ല. എന്താ കാരണം? ഈ മൃഗത്തെ ഞാൻ ഉദ്ഹിയ്യത്തിറക്കാൻ നേർച്ചയാക്കി എന്ന് പറയുന്നതോട് കൂടെ അത് ഉദ്ഹിയ്യത്തായി കഴിഞ്ഞു. ഇനി അത് വേറൊന്നും ആവില്ല. അതേ സ്ഥാനത്ത് ഇത് ഉദ്ഹിയ്യത്താണ് എന്ന് പറഞ്ഞ് നേർച്ചയാക്കി എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ അത് നേർച്ച പോലെയാണെങ്കിലും അറക്കുന്ന സമയത്ത് അവിടെ ഉദ്ഹിയ്യത്തിൻ്റെ നിയ്യത്ത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അറക്കുന്ന സമയത്തല്ല, ആ മൃഗത്തെ തിരിച്ച് ആ മൃഗത്തെ നിജമാക്കി നിർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അറക്കാൻ വേണ്ടി ഒരാളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അറക്കാൻ വേണ്ടി നിജമാക്കുകയാണ്, ആ സമയത്ത് അപ്പോൾ ഒന്നുകിൽ അറക്കുമ്പോഴോ അല്ലെങ്കിൽ അറക്കാൻ വേണ്ടി അതിനെ വേർതിരിച്ച് നിജമാക്കി നിർത്തുമ്പോഴോ, അല്ലെങ്കിൽ വക്കീലിനെക്കൊള്ള ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴോ നിയ്യത്ത് ചെയ്യണം. ഇതെൻ്റെ ഉദ്ഹിയ്യത്താണ്. സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ അങ്ങനെ തന്നെ കരുതണം. വക്കീല് അറക്കുന്ന സമയത്ത്, ഒരാൾ അറക്കുന്ന സമയത്ത് ഉടമസ്ഥൻ ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണ്, സുന്നത്താണെങ്കിൽ അങ്ങനെ ഇതെൻ്റെ സുന്നത്തായ ഉദ്ഹിയ്യത്താണെന്ന് അവൻ കരുതിയാൽ മതി.
എന്നാൽ ആ കരുത്ത് കൊണ്ട് അത് ഉളുഹിയത്താകും. കരുത്തില്ലെങ്കിലോ, കരുത്തില്ലാത്ത രൂപത്തിലുള്ള അറവാണെങ്കിൽ ഉളുഹിയത്താവുകയില്ല. ഏതൊരമറും അമലാകണമെങ്കിൽ എന്ത് വേണം? നിയ്യത്ത് വേണം. അപ്പം അതുകൊണ്ട് ആ മൃഗത്തെ നമ്മൾ ഉളുഹിയത്തിന് വേണ്ടി ആ മൃഗം വാങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മൃഗത്തെ ഉളുഹിയത്തിന് വേണ്ടി തിരിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ മൃഗത്തെ ഉളുഹിയത്തിന് വേണ്ടി അറക്കാൻ വേണ്ടി ഏൽപ്പിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അറക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു സമയത്ത് നിയ്യത്ത് ഉണ്ടായിരിക്കണം. ആ നിയ്യത്തുണ്ടെങ്കിലാണ് അത് ഉളുഹിയത്താവുകയുള്ളൂ. നേരത്തെ തന്നെ നേർച്ചയാക്കിയിട്ടതാണെങ്കിലോ അതിന് നിയ്യത്തിൻ്റെ ആവശ്യമില്ല. ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. ഓരോരുത്തരും അറക്കുന്ന മൃഗം ഏതാണെന്ന് അയാൾക്ക് നിജമായി അറിയണം. അതറിയാൻ പറ്റില്ല. ഉദാഹരണം, രണ്ടാണുണ്ട് ഇവിടെ, രണ്ടാട് രണ്ടാൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഓരോരുത്തരും സെപ്പറേറ്റ് അല്ല, രണ്ടാട് ഉണ്ട്. രണ്ടാടിലും രണ്ടാൾക്ക് അവകാശമുണ്ട്. അതിൽ ഏതാണ് എൻ്റെ അവകാശം, ഏതാ മറ്റൊൻ്റെ അവകാശം എന്ന് തിരിച്ചില്ല. അങ്ങനെയുള്ള ഒരു രണ്ടാട്, ആ ഉടമസ്ഥന്മാരായ രണ്ടാൾക്കാർ കൂടി രണ്ടാടിൻ്റെ അർത്ഥം. ഈ രണ്ടാടിലും ഷെയർ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. രണ്ടാടിലും ഷെയർ വ്യാപിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ഓരോരുത്തൻ്റെതല്ല, ഈ ആട് സ്വന്തമല്ല. ഷെയർ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് ഈ രണ്ടാൾക്ക് കൂടി ഓരോ ആടിലും അവകാശമുണ്ട്. ഉദാഹരണം, ഒരാടിൻ്റെ പകുതി ഒരാൾക്കും, ഒറ്റയാടിൻ്റെ പകുതി ആ പകുതിയിലും ഇയാൾക്ക് അവകാശമുണ്ട്. രണ്ട് ആടിൻ്റെ പകുതിയിൽ ഒരാൾക്ക് അവകാശമുണ്ട്. അതേപോലെ ഈ രണ്ടാടിൻ്റെ മറ്റേ പകുതി മറ്റേക്ക് അവകാശമുണ്ട്. ഇതിലിപ്പോൾ എന്താക്കി, ഇന്ന ആൾ ഇന്ന ആൾക്ക് എന്നിങ്ങനെ വേർതിരിച്ച് അങ്ങനെ തിരിക്കുന്നതിന് മുമ്പ് അറുത്ത് കഴിഞ്ഞാൽ ആ അറവ് കൊണ്ട് ഉളുഹിയത്താകൂല. എന്താ കാരണം? എന്താണ് പ്രശ്നം? ഇവിടെ വേണ്ടത് ഒരാടിനെ അറക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ രണ്ടാടിനെ രണ്ടാൾ അർത്ഥം. പക്ഷെ രണ്ടാടിലും രണ്ടാൾക്ക് എന്തുണ്ട്? ഇവിടെ ഷെയർ അവകാശമുണ്ട്. അപ്പോൾ ഒരാളിതില്ല, ഒരാളിവിടെ സ്വന്തമായ നിലക്ക് ഒരാട് അറുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ കുറേ ആൾക്കാർ കൂടിയിട്ട്, ഉദാഹരണം, ഒരു 14 കൂടി 2 പോത്ത് വാങ്ങി. ഈ 2 പോത്തിൽ ഓരോ പോത്തിനും 7 ആൾക്കാരാണുള്ളത്. ഓരോ പോത്തിൻ്റെയും 7 ആൾക്കാർക്ക് അവൻ്റെ പോത്ത് ഏതാണ് എന്ന് എന്താക്കിയിട്ടില്ല, എന്ന് നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല. ആ രൂപത്തിൽ പോയിട്ട് ഈ 2 പോത്തുകളെ അറുത്ത് അതിൻ്റെ ഉടമസ്ഥന്മാർ 14 ആൾക്കാർ ഉണ്ട്. അത് പോരാ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഉളുഹിയത്താവില്ല. അതുകൊണ്ട് ഉളുഹിയത്ത് അറക്കുന്ന മൃഗം അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് ആ മൃഗം ഏതാണ് എന്ന് നിശ്ചയമുണ്ടായിരിക്കണം. അതുപോലെ ഷെയർ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ 7 ആൾക്കാണ് ഒരു ഒട്ടകം അല്ലെങ്കിൽ ഒരു മാട്. ആ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഒട്ടകത്തിലോ ഒരു മാടിലോ 7 ആൾക്കാർ ഷെയർ ഉണ്ടെങ്കിലോ, 8 ആളോ 10 ആളോ ഒക്കെ ഷെയർ ഉണ്ടെങ്കിലോ, അതുകൊണ്ട് ഉളുഹിയത്തറത്താൽ ആർക്കും തന്നെ അത് ഉളുഹിയത്താകില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ആ ഉളുഹിയത്തറുത്തിരിക്കുന്ന, അപ്പോൾ 7 ആൾക്കാർ കൂടിയിട്ട് ഉളുഹിയത്തറുത്തതാണ്. അപ്പോൾ 7 ഷെയറാണ് അതിലുള്ളത്. 7 ഷെയർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 7ഉം ഉളുഹിയത്തായിരിക്കാം. ആ ഉളുഹിയത്തിൽ ഒരുപക്ഷെ ഒരാൾ നേർച്ചയാക്കിയാളുണ്ടെങ്കിലോ, അയാൾക്ക് നേർച്ചയാക്കിയ ആ ഷെയറും വേണമെങ്കിൽ സുന്നത്തായ ഉളുഹിയത്തറക്കുന്ന ആ കൂട്ടത്തിൽ അങ്ങനെ ഷെയർ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, പറ്റും.
അങ്ങനെ 7 ഷെയറുകളുണ്ട്. 7 ഒരു പക്ഷേ ഉളുഹിയ്യത്താകാം, അല്ലെങ്കിൽ ചിലർക്ക് ഉളുഹിയ്യത്തും ചിലർക്ക് അക്കീഖത്തിന്റെ ഷെയർ ആയിരിക്കാം. ഒരു ഷെയറിൽ ഒന്നേ പറ്റൂ, ഒരു ഷെയറിൽ ഒന്നേ പറ്റൂ. ഒരു ഷെയറിൽ ഒന്നേ പറ്റൂ. അതായത് ഒരു മാടിന്റെ 7-1, അത് ഒന്നുകിൽ ആ 7-1 ഉളുഹിയ്യത്ത് മാത്രം, അല്ലെങ്കിൽ അക്കീഖത്ത് മാത്രം. അല്ലാതെ ഒരു 7-1 രണ്ടാവശ്യത്തേക്ക് പറ്റില്ല. അപ്പം അങ്ങനെ 7 ആള് ഷെയറായിട്ട് അറുത്ത് കഴിഞ്ഞാൽ ഈ 7 ആളുകളുടെയും ഓഹരികൾ ഈ ഷെയറിൻ്റെ 7 ആൾ ഷെയറായി ചേർന്നതാണെങ്കിൽ 7 ഭാഗമായി ഓഹരി വെക്കണം ആ മൃഗത്തിൻ്റെ ഇറച്ചി. എന്നിട്ട് ആ ഓഹരി എടുത്തിട്ട് സുന്നത്തായ ഉളുഹിയ്യത്താണെങ്കിൽ 7 ഓഹരിയിൽ നിന്നും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. എന്തെങ്കിലേ എന്താവുള്ളൂ, അവൻ്റെ ഉളുഹിയ്യത്ത് അതുകൊണ്ട് വീടുകയുള്ളൂ. സുന്നത്തല്ലെങ്കിൽ അത് മുഴുവനും ധർമ്മം ചെയ്ത് നിർബന്ധമാണ്. സുന്നത്താണെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും ഒരാൾക്ക് കഴിക്കാനുള്ള ചുരുങ്ങിയ രൂപത്തിലുള്ള പച്ചയായ മാംസം അത് ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എന്ത് മനസ്സിലായപ്പോൾ ഒരു ഉളുഹിയ്യത്തിൽ ഒരു ആടാണെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അതുപോലെ ഒരു ഒട്ടകമോ അല്ലെങ്കിൽ ഒരു മാടോ ആണെങ്കിൽ 7 ആൾക്ക് വരെ അതിൽ ഷെയർ ചേരാം, അതിലേറെ അതിൽ പറ്റില്ല. ഒരാടിൽ ഒന്നിലേറെ ആൾക്കാർ ഷെയർ ചേർന്നാൽ ആ ഉളുഹിയ്യത്ത് ആർക്കും ഉളുഹിയ്യത്ത് ആകൂല. അക്കീഖത്തും അങ്ങനെ തന്നെയാണ്, ആർക്കും ആകൂല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അറുക്കാൻ ഏറ്റവും നല്ല ദിവസം അത് ബലിപെരുന്നാളിൻ്റെ അന്ന് തന്നെയാണ്. അറക്കൽ പിന്നെയും 3 ദിവസം അറക്കൽ പറ്റും. ദുൽഹജ്ജ് മാസം 10-നാണല്ലോ ബലിപെരുന്നാൾ. അന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഒരാൾ ഒന്നിലേറെ അറക്കുന്നുണ്ട്, എന്നാലും ഏറ്റവും ശ്രേഷ്ഠമായത് അന്ന് തന്നെയാണ്. അല്ലെങ്കിൽ അന്ന് ധാരാളം അറവുണ്ട്, എന്നാലും ഏറ്റവും ശ്രേഷ്ഠമായത് അന്ന് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 100 എണ്ണം അറുത്തിട്ട് ആ 100ഉം അറുത്തിരിക്കുന്നത് ബലിപെരുന്നാളിൻ്റെ ആ ദിവസമാണ്. അതിൽ 63 എണ്ണം സ്വന്തം കൈ കൊണ്ടും ബാക്കി 37 എണ്ണം അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചുമാണ് അറുത്തത്. അങ്ങനെ ആ ദിവസം തന്നെ അറുക്കലാണ് ഏറ്റവും ഉത്തമം. ഖൈറ് വേഗം കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ ആണ് അങ്ങനെ അറുക്കുന്നത്. നിർബന്ധമായതാണെങ്കിൽ അതിൻ്റെ മുഴുവൻ ഭാഗവും സാധുക്കളായ ആൾക്കാർക്ക് ധർമ്മം ചെയ്യണം. ആ അറുക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്. നിർബന്ധമായതല്ലെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും വേവിക്കാത്ത രൂപത്തിൽ ആ അറക്കുന്ന സ്ഥലത്തുള്ള സാധുക്കളായ ആൾക്കാർക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് സ്വന്തം എടുക്കുന്നതിന് വിരോധമില്ല. അതുപോലെ സാധുക്കളല്ലാത്തവർക്കൊക്കെ ഹദിയായി കൊടുക്കുന്നതും വിരോധം ഇല്ല. അങ്ങനെ ചെയ്യാൻ പറ്റും. ഉളുഹിയ്യത്തിൻ്റെ മാംസം അത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേകമായ അറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സാധനവും ഈ അറക്കുന്ന ആളായാലും വേണ്ടില്ല, അത് ലഭിക്കുന്ന സാധുക്കളായ ആൾക്കാരായാലും, അത് ഹദിയായി ലഭിച്ചിരിക്കുന്ന കഴിവുള്ള സമ്പന്നന്മാരായ ആൾക്കാരാണെങ്കിലും ആർക്കും തന്നെ അത് ഈ ദീനിൻ്റെ ആൾക്കാരല്ലാത്ത മുസ്ലിം അല്ലാത്ത മറ്റൊരാൾക്കും തന്നെ
ഒരു നിരക്കും അതിൽ നിന്ന് കൊടുക്കാനും വിൽക്കാനും തീറ്റിക്കാനും ഒന്നും പാടില്ല എന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആണ്. അഴിബുള്ള മൃഗങ്ങളൊന്നും പറ്റില്ല. അത് ഇപ്പൊ രോഗം അല്ലെങ്കിൽ ചൊറി ബാധിച്ച് അല്ലെങ്കിൽ കണ്ണിൻ്റെ മുകളിൽ പാട മൂടിയിട്ട് കാഴ്ചക്ക് തകരാറ് സംഭവിച്ചത്, അതുപോലെ മെലിഞ്ഞൊട്ടിയിട്ട് അതിൻ്റെ പോഷകം എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ രൂപത്തിലുള്ള, അതേപോലെ വാല് മുറിഞ്ഞു പോയത്, അല്ലെങ്കിൽ കാത് മുറിച്ച് നീക്കിയത്, കാതിലൊരു ഭാഗം നീക്കിയാലും എത്ര കുറവാണെങ്കിൽ, അല്ലെങ്കിൽ അവിട്, അങ്ങനെ ഏതെങ്കിലും ഭാഗം, മാംസത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മുറിച്ച് നീക്കിയത്, അങ്ങനെയുള്ള മൃഗങ്ങളൊന്നും തന്നെ വദഹിയത്തിന് പറ്റുകയില്ല. വദഹിയത്തിൻ്റെ സമയം ഈ ബലിപെരുന്നാൾ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കലോടുകൂടെ, സൂര്യൻ ഉദിച്ച് ഒരു ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബ ഓതാനുമുള്ള സമയം കഴിഞ്ഞാൽ വദഹിയത്തിൻ്റെ മൃഗം അറക്കാൻ സമയമായി. അതിൻ്റെ മുമ്പ് അറുത്താൽ വദഹിയത്താകില്ല. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അത് ഇറച്ചിക്ക് വേണ്ടി അറുത്തിരിക്കുന്ന മൃഗമാണ്, ആടാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. സൂര്യൻ ഉദിച്ച് 2 റക്അത്ത് നിസ്കരിക്കാനും 2 ഖുതുബക്കുള്ള സമയം കഴിഞ്ഞാൽ അറക്കാമെന്ന് പറഞ്ഞെങ്കിലും ഉത്തമം സൂര്യൻ ഉദിച്ച് അല്പം ഉയർന്ന് ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞ്, അങ്ങനെ അതിനുശേഷം നിസ്കാരം ഖുതുബയെല്ലാം അപ്പം തന്നെ കഴിഞ്ഞ് അങ്ങനെ അറക്കലാണ് ഏറ്റവും പുണ്യം. മറ്റൊരാൾക്ക് വേണ്ടി വദഹിയത്ത് അറക്കാൻ പറ്റുമോ എന്നത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം. അവിടെ ഒരു കുട്ടിക്ക് വേണ്ടി വദഹിയത്ത് അറക്കാം, അല്ലെങ്കിൽ ഒരു ഭ്രാന്തന് വേണ്ടി വദഹിയത്ത് അറക്കാം. കുട്ടിയെന്ന പ്രായപൂർത്തിയാകാത്ത, ഈ പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടി വദഹിയത്ത് അറക്കൽ പറ്റും. അതുപോലെ ഭ്രാന്തന് വേണ്ടി വദഹിയത്ത് അറക്കൽ പറ്റും. അത് ആർക്കേ പറ്റൂ? ഈ കുട്ടിയുടെയും ഭ്രാന്തൻ്റെയും സ്വന്തം പിതാവിനും, അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിനും, അല്ലെങ്കിൽ അവൻ്റെ പിതാവിനും, അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ കുട്ടിയെ തൊട്ട് അല്ലെങ്കിൽ ഭ്രാന്തനെ തൊട്ട് വദഹിയത്ത് അറക്കാൻ പറ്റൂ. അത് അറക്കുന്നത് ഈ കുട്ടിയുടെ മുതലിൽ നിന്നോ അല്ലെങ്കിൽ ഭ്രാന്തന്റെ മുതലിൽ നിന്നോ അറക്കാൻ പറ്റില്ല. മറിച്ച് ആ രക്ഷിതാവിൻ്റെ മുതലിൽ നിന്ന് മാത്രമേ അതിന് സംഖ്യ ചെലവഴിക്കാൻ പാടുള്ളൂ. വേറെ ഒരാളെ തൊട്ടും വദഹിയത്ത് അറക്കണമെങ്കിൽ അയാളുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് നമ്മളെ മക്കളൊക്കെ പല ഭാഗത്തും ഉണ്ടാകും, അവർ കഴിവും ഉണ്ടാകും. അവർ സമ്മതം തരാത്ത രൂപത്തിൽ അവർക്ക് വേണ്ടിയിട്ട് വാപ്പ അല്ലെങ്കിൽ ഉമ്മ വദഹിയത്ത് അറത്താൽ അത് പറ്റുകയില്ല. അതുപോലെ കഴിവുള്ള മക്കൾ അവർ വാപ്പാക്ക് വേണ്ടി അറക്കുകയാണ്, അതും സഹിയാകണമെങ്കിൽ വാപ്പാൻ്റെ അനുവാദം വേണം. അതുപോലെ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മറ്റാർക്ക് വേണ്ടിയോ ജീവിച്ചിരിപ്പുള്ള ഏതൊരാൾക്ക് വേണ്ടിയും അറക്കുകയാണെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടെ മാത്രമേ അറക്കാൻ പറ്റൂ. അത് അറക്കുന്നതിന് മുമ്പ് അനുവാദം വാങ്ങിയിട്ട്
നിയ്യത്ത് ഒന്നുകിൽ അവർ ചെയ്യണം, അല്ലെങ്കിൽ അവർ അറക്കുന്ന ആൾ നിയ്യത്ത് അയാളെ ഏൽപ്പിച്ച് അയാൾ തന്നെ ചെയ്യണം. അങ്ങനെയാണ് അറക്കാൻ പറ്റുക. മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി ഉദ്ഹിയ്യത്ത് അറക്കാം. അതിന് ആ മരിക്കുന്ന ആളുടെ വസിയത്തുണ്ടെങ്കിലേ അത് പറ്റും. മരിക്കുന്ന ആള് വസിയത്താക്കിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു, അങ്ങനെ അയാൾ അറക്കുകയാണെങ്കിൽ ആ മയ്യത്തിൻ്റെ ഉദ്ഹിയ്യത്തായി അതിനെ പരിഗണിക്കപ്പെടും. അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ മരിച്ച ആൾക്ക് വേണ്ടി അറക്കുന്ന ആള് ആ അറക്കാനുള്ള മൃഗം വാങ്ങിയത് ഒരുപക്ഷെ മരിച്ച ആളുടെ സ്വത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ ഈ അറക്കുന്ന ആളുടെ സ്വത്തിൽ നിന്നാകാം. രണ്ടാണെങ്കിലും ഈ മരിച്ച ആൾക്ക് വേണ്ടി അറക്കുന്ന ഈ മൃഗത്തിൻ്റെ ഈ ഉദ്ഹിയ്യത്തിൻ്റെ മാംസം, ആ മാംസത്തിൽ നിന്ന് ഇത് അറുത്തു കൊടുക്കുന്ന ആള് അയാൾ ഒന്നും എടുക്കാൻ പറ്റുകയില്ല. അതുപോലെ അയാൾ ചെലവ് കൊടുക്കേണ്ട ആൾക്കാർക്കും അത് കൊടുക്കാൻ പറ്റുകയില്ല. മാത്രമല്ല കഴിവുള്ള ആളുകൾക്കും അത് കൊടുക്കാൻ പറ്റുകയില്ല. അത് സാധുക്കൾക്ക് തന്നെ അത് വിതരണം ചെയ്യേണ്ടതാണ്. കാരണം അത് മരിച്ച ആളുടെ ഉദ്ഹിയ്യത്തായി തീർന്നത് കൊണ്ട് ഇനി ആർക്കെല്ലാം കൊടുക്കണം എന്നതിൽ അയാളുടെ സമ്മതം കിട്ടണം. സമ്മതം വാങ്ങാനുള്ള മാർഗം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കഴിവുള്ളവർക്ക് കൊടുക്കാൻ ഒരു വകുപ്പും ഇവിടെ ഇല്ല. അറക്കുന്ന ആളെ ഇയാൾ ഏൽപ്പിച്ചിരിക്കുന്നത് അറുത്തെടുക്കാനല്ല, അറുത്ത് കൊടുക്കാനാണ്. അതുകൊണ്ട് ഇയാൾ അത് കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാകുമ്പോൾ അയാൾക്കത് വാങ്ങാനും വകുപ്പില്ല. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ വാരിക്കൂട്ടാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.